ഇനി നമ്മൾ അടുത്ത് നടത്താൻ പോകുന്ന ടെസ്റ്റിംഗ് ഓഫ് പോപ്പുലേഷൻ പ്രപ്പോർഷൻ ഓഫ് സക്സസ്. അതായത് പോപ്പുലേഷൻ പ്രപ്പോർഷൻ ഓഫ് സക്സസിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനെ പി എന്ന് പറഞ്ഞ സ്മോൾ ലെറ്റർ പി കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഹിയർ വി ആർ ഗോയിങ് ടു ടെസ്റ്റ് എച്ച് നോട്ട് പി ഈസ് ഈക്വൽ ടു പി നോട്ട്. ഇതാണ് നമ്മളെ നൾ ഹൈപ്പോത്തസിസ് എഗെയിൻസ്റ്റ് ദ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എച്ച് വൺ ഒന്നില്ലെങ്കിൽ പി നോട്ട് ഈക്വൽ ടു പി നോട്ട്, അതായത് ടു ടെയിൽഡ് ആയിരിക്കാം. അല്ലെങ്കിൽ എച്ച് വൺ ഞാൻ സെലക്ട് ചെയ്യുന്നത് പി ഗ്രേറ്റർ ദാൻ പി നോട്ട് ആയിരിക്കാം. അല്ലെങ്കിൽ എച്ച് വൺ പി ലെസ് ദാൻ പി നോട്ട് ആയിരിക്കും. ഇതാണ് നമ്മൾ ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ആദ്യം നമ്മൾ ആൾഫ ഫിക്സ് ചെയ്യും, അല്ലെ, ഫിക്സ് ആൾഫ. അപ്പോൾ പോപ്പുലേഷൻ പ്രപ്പോർഷൻ ഓഫ് സക്സസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് സാമ്പിൾ പ്രപ്പോർഷൻ ഓഫ് സക്സസ് പി ഡാഷിൻ്റെ ബേസിസിലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് സെഡ് സ്റ്റാറ്റിസ്റ്റിക്. ഇതൊരു നോർമൽ ടെസ്റ്റ് തന്നെയാണ്. സെഡ് സ്റ്റാറ്റിസ്റ്റിക് ആണ് ഉപയോഗിക്കുന്നത്. സെഡ് ഇസ് ഈക്വൽ ടു പി ഡാഷ് മൈനസ് പി നോട്ട് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് പി നോട്ട് ക്യൂ നോട്ട് ഡിവൈഡഡ് ബൈ എൻ. ഇതാണ് നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. ഇതൊരു സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അതായത് N01 ഫോളോ ചെയ്യുന്ന ഒരു ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ആണ്. അപ്പോൾ ഇവിടെ പി നോട്ട് എന്ന് പറയുന്നത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ നമ്മളെ നൾ ഹൈപ്പോത്തസിസിൽ പറഞ്ഞിരിക്കുന്ന പോപ്പുലേഷൻ പ്രപ്പോർഷൻ്റെ വാല്യൂ ആണ്. ആൻഡ് ക്യൂ നോട്ട് ഇസ് ഈക്വൽ ടു 1 മൈനസ് പി നോട്ട്. ആൻഡ് പി ഡാഷ് എന്ന് പറയുന്നത് സാമ്പിൾ പ്രപ്പോർഷൻ ഓഫ് സക്സസ് ആണ്. അപ്പം ഇതൊരു സെഡ് സ്റ്റാറ്റിസ്റ്റിക് ആണ്. അപ്പോൾ അതിൻ്റെ ക്രിട്ടിക്കൽ റീജിയൻ വിൽ ബി, ഇപ്പം ആൾഫ നമ്മൾ 0.05 ആണെങ്കിൽ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ വിൽ ബി മോഡുലസ് ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.96. അതായത് പി നോട്ട് ഈക്വൽ ടു പി നോട്ട് എന്നുള്ള H1 വരികയാണെങ്കിൽ, അല്ലെങ്കിൽ സെഡ് ഇസ് ഗ്രേറ്റർ ദാൻ 1.645 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇഫ് H1 ഈസ് P greater than P naught, and Z will be less than minus 1.645 if H1 is P less than P naught. Similarly, ഇപ്പോൾ ആൾഫ 0.02 വരികയാണെങ്കിൽ എന്തായിരിക്കും ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ? മോഡുലസ് ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2.326 ആയിരിക്കും. ഇഫ് H1 is two-tailed test, P not equal to P naught ആണെങ്കിൽ, and it will be Z is greater than 2.055 if H1 is P greater than P naught. Z will be less than minus 2.055 if H1 is P less than P naught. അതുമാതിരി ഇപ്പോൾ ആൾഫ 0.01 ആണെങ്കിൽ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ ഇസ് മോഡുലസ് ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2.58. എപ്പോഴാണ് H1 P നോട്ട് ഈക്വൽ ടു P നോട്ട് ആവുമ്പോൾ? സെഡ് വിൽ ബി ഗ്രേറ്റർ ദാൻ 2.326 ഇഫ് H1 is P ഗ്രേറ്റർ ദാൻ P നോട്ട്, ആൻഡ് സെഡ് വിൽ ബി ലെസ് ദാൻ മൈനസ് 2.326 if H1 is P ലെസ് ദാൻ P നോട്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ സെഡ് സ്റ്റാറ്റിസ്റ്റിക് വന്നു കഴിഞ്ഞാൽ വരുന്ന ക്രിട്ടിക്കൽ റീജിയൻ നമ്മൾ പോപ്പുലേഷൻ മീനിൽ പറഞ്ഞുകൊണ്ട് വരുന്ന അതേ ക്രിട്ടിക്കൽ റീജിയൻ തന്നെയാണ്. അപ്പം ഇവിടെ ഒരു കേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇവിടെ പോപ്പുലേഷൻ പ്രപ്പോർഷൻ ഓഫ് സക്സസ് ടെസ്റ്റ് ചെയ്യാനുള്ള മെത്തേഡ്. അപ്പോൾ നമ്മൾ അത് ഉപയോഗിച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്യാണ്. എ റാൻഡം സാമ്പിൾ ഓഫ് 700 ആപ്പിൾസ് വാസ് ടേക്കൺ ഫ്രം എ ലാർജ് കൺസൈൻമെൻറ്റ് ആൻഡ് ഔട്ട് ഓഫ് ദിസ് 70 were found to be bad. അപ്പോൾ ഒരു സാമ്പിൾ നമ്മൾ എടുത്തിട്ടുണ്ട്, 700 സൈസുള്ള ഒരു സാമ്പിൾ. അപ്പോൾ N is equal to 700 എന്ന് കിട്ടിയിട്ടുണ്ട്. അതിൽ 70 എണ്ണം, അതായത് ബാഡ് ആപ്പിൾസിൻ്റെ എണ്ണം എത്രയാണ്? 70 എണ്ണമായിരുന്നു ബാഡ് ആപ്പിൾസ്. ക്യാൻ ഇറ്റ് ബി ടേക്കൺ ദാറ്റ് 15% ഓഫ് ദി ആപ്പിൾസ് ഇൻ ദാറ്റ് കൺസൈൻമെൻറ്റ് ആർ ബാഡ്? അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത് 15% ആപ്പിൾസും ആ കൺസൈൻമെൻറ്റിലുള്ളത് ബാഡ് ആപ്പിൾസ് ആയിരുന്നു എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അതായത് നമുക്കിവിടെ സാമ്പിൾ പ്രപ്പോർഷൻ ഓഫ് സക്സസ് പി ഡാഷ് എന്ന് പറയുന്നത് 700 ആപ്പിളുകൾ നോക്കിയപ്പോൾ 70 എണ്ണം ബാഡാണ്. അപ്പോൾ 70/700 ആണ് സാമ്പിൾ പ്രപ്പോർഷൻ ഓഫ് സക്സസ്. സാമ്പിൾ പ്രപ്പോർഷൻ ഓഫ് സക്സസ് എന്ന് പറയുന്നത് പി ഡാഷ് 70/700 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 0.1 അല്ലേ.
ഇനിയിപ്പം നമ്മളോട് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അതാണ് നമ്മൾ P0 15% ആണ്. അതായത് പോപ്പുലേഷൻ്റെ പ്രപ്പോർഷൻ ഓഫ് സക്സസ് 15% ആണോ, അത് 15/100 ആണോ ഓർ 0.15 ആണോ എന്നാണ് നമുക്കിവിടെ ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ടു ടൈൽഡ് ടെസ്റ്റ് ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. അപ്പോൾ ഹിയർ വി ഹാവ് ടു ടെസ്റ്റ് ദ നൾ ഹൈപ്പോത്തസിസ് H0 P is equal to 0.15 against H1 P not equal to 0.15. ഇനി നമ്മൾ ആൽഫ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് 0.05 എന്ന ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട്. ഇനി ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് Z is equal to P dash minus P0 divided by root of P0 Q0 divided by N, which is equal to 0.1 minus 0.15 divided by root of P0 is 0.15. അപ്പോൾ എന്തായിരിക്കും Q0 1 minus 0.15 ആണ്, that is 0.85. 0.85 divided by N. N is 700. ഇതാണ് വരുന്നത്. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -3.7 എന്നുള്ള ആൻസർ ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ എന്താണ്? ഇതൊരു ടു ടൈൽഡ് ടെസ്റ്റ് ആണ് അല്ലേ, നോട്ട് ഈക്വൽ ടു ടു ടൈൽഡ് ആണ് ആൻഡ് ആൽഫ 0.05 ആണ്. അപ്പോൾ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ ഇസ് മോഡുലസ് ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.96. അപ്പോൾ നമ്മൾ സെഡ് കിട്ടിയിരിക്കുന്നതിൻ്റെ മോഡുലസ് എടുക്കുക. അപ്പോൾ എത്രയാണ് വരിക? 3.7 ആണ്, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 1.96. അപ്പോൾ ക്രിട്ടിക്കൽ റീജിയൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടുണ്ട്, അതായത് അത് ക്രിട്ടിക്കൽ റീജിയൻ്റെ ഉള്ളിലാണ് വരുന്നത്. 1.96നെക്കാട്ടും കൂടുതൽ വരുന്ന എല്ലാ വാല്യൂസും എവിടെയാണ് കിടക്കുന്നത്? ക്രിട്ടിക്കൽ റീജിയനിലാണ് കിടക്കുക, അതായത് റിജക്ഷൻ റീജിയനിലാണ്. അപ്പോൾ നമുക്ക് കിട്ടിയത് 3.7 ആണ്, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 1.96. അപ്പോൾ നമ്മളെ കൺക്ലൂഷൻ എന്താണ്? വി ഷുഡ് റിജക്ട് ദ നൾ ഹൈപ്പോത്തസിസ് H0. അതായത് P is equal to 0.15 എന്നുള്ള കാര്യത്തിന് നമ്മൾ റിജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്ത് കൺക്ലൂഷനിലേക്കാണ് എത്തിയത്? P is not equal to 0.15. അടുത്ത ടെസ്റ്റ്, ടെസ്റ്റിംഗ് ദ ഇക്വാളിറ്റി ഓഫ് ടു പോപ്പുലേഷൻ പ്രപ്പോർഷൻസ്, അല്ലെങ്കിൽ ദ ടെസ്റ്റിംഗ് ദ ഡിഫറൻസ് ഓഫ് ടു പോപ്പുലേഷൻ പ്രപ്പോർഷൻസ് എന്ന് പറയാം. അതായത് നമുക്ക് രണ്ട് പോപ്പുലേഷനുകളുണ്ട്. അപ്പോൾ ഫസ്റ്റ് പോപ്പുലേഷൻ്റെ പ്രപ്പോർഷനെ P1 കൊണ്ടും സെക്കൻഡ് പോപ്പുലേഷൻ്റെ പ്രപ്പോർഷനെ P2 കൊണ്ടുമാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് P1ഉം P2ഉം തുല്യമാണോ, അല്ലെങ്കിൽ P1 മൈനസ് P2 0 ആണോ എന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അവർ തുല്യമാണെങ്കിൽ P1 മൈനസ് P2 0 ആയിരിക്കും. അപ്പം നമ്മളിവിടെ നൾ ഹൈപ്പോത്തസിസ് എഴുതാൻ പോകുന്നത് ഹിയർ വി ഹാവ് ടു ടെസ്റ്റ് H0 P1 മൈനസ് P2 ഇസ് ഈക്വൽ ടു 0, അല്ലെങ്കിൽ P1 ഇസ് ഈക്വൽ ടു P2 എന്ന് പറയാം. P1 ഇസ് ഈക്വൽ ടു P2 എന്ന് പറയാം. എഗെയിൻസ്റ്റ് ദ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് H1. H1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി എ ടു ടൈൽഡ് ടെസ്റ്റ്. P1 മൈനസ് P2 നോട്ട് ഈക്വൽ ടു 0 എന്നുള്ളതാവാം, അല്ലെങ്കിൽ H1 ക്യാൻ ബി P1 മൈനസ് P2 ഗ്രേറ്റർ ദാൻ 0 ആവാം, ഓർ H1 ക്യാൻ ബി P1 മൈനസ് P2 ലെസ് ദാൻ 0. ഈ ഏതെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് നമുക്കിവിടെ ഉപയോഗിക്കാം. അതായത് ഇതൊരു ടു ടൈൽഡ് ഓൾട്ടർനേറ്റീവ് ആണ്. നോട്ട് ഈക്വൽ ടു എന്ന് വരുന്നത് ടു ടൈൽഡും ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ എന്ന് മാത്രം വരുന്ന കാര്യങ്ങൾ വൺ ടൈൽഡ് ടെസ്റ്റുകളായിട്ട് അങ്ങനെ വേണിച്ചാലും ഇത് നടത്താം. അപ്പോൾ നമ്മൾ ഇവിടെ ആൽഫ ഫിക്സ് ചെയ്യും, ഫിക്സ് ആൽഫ. ആൻഡ് ഇവിടെ നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഉപയോഗിക്കാൻ പോകുന്നത് എഗെയിൻ ഒരു സ്റ്റാൻഡേർഡ് നോർമൽ സ്റ്റാറ്റിസ്റ്റിക് തന്നെയാണ്. അതായത് ഒരു സെഡ് ടെസ്റ്റ് തന്നെയാണ് നമ്മളിവിടെ നടത്താൻ പോകുന്നത്. സെഡ് ഇസ് ഈക്വൽ ടു P1 ഡാഷ് മൈനസ് P2 ഡാഷ്. ഇവിടെ P1 ഡാഷ് എന്ന് പറയുന്നത് ഫസ്റ്റ് സാമ്പിളിൻ്റെ പ്രപ്പോർഷനാണ്, P2 ഡാഷ് എന്ന് പറയുന്നത് സെക്കൻഡ് സാമ്പിൾ പ്രപ്പോർഷൻ. അപ്പോൾ അതായത് സാമ്പിൾ ഫ്രം ഫസ്റ്റ് പോപ്പുലേഷൻ. ഫസ്റ്റ് സാമ്പിൾ എന്ന് പറഞ്ഞാൽ സാമ്പിൾ ഫ്രം ഫസ്റ്റ് പോപ്പുലേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് സാമ്പിളിൻ്റെ പ്രപ്പോർഷനാണ്. P2 ഡാഷ് എന്ന് പറയുന്നത് സെക്കൻഡ് സാമ്പിൾ, അതായത് സാമ്പിൾ ഫ്രം ദ സെക്കൻഡ് പോപ്പുലേഷൻ, അതിൻ്റെ പ്രപ്പോർഷനാണ്. ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ്, ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് P സ്റ്റാർ Q സ്റ്റാർ ഇൻറ്റു 1/N1 പ്ലസ് 1/N2 എന്നുള്ള ഒരു ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ആണ്, വിച്ച് ഇസ് എ സ്റ്റാൻഡേർഡ് നോർമൽ സ്റ്റാറ്റിസ്റ്റിക്. അതായത് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു. ഇവിടെ P സ്റ്റാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് P സ്റ്റാർ ഇസ് ഈക്വൽ ടു N1 P1 ഡാഷ് പ്ലസ് N2 P2 ഡാഷ് ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2 ആണ്. അപ്പോൾ ഈ കാൽക്കുലേഷൻ നമ്മൾ ആദ്യം നടത്തി P സ്റ്റാറിനെ കണ്ടുപിടിക്കണം. ആൻഡ് Q സ്റ്റാർ ഇസ് ഈക്വൽ ടു
1 മൈനസ് പി സ്റ്റാർ. അപ്പം ഇതാണ് നമ്മളുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വരുന്നത്. അപ്പം ഇതൊരു സെഡ് ടെസ്റ്റ് ആണ്. അപ്പോൾ സെഡ് ടെസ്റ്റിന്റെ ക്രിട്ടിക്കൽ റീജിയൻ നമ്മൾ പല കേസുകളായിട്ട് കണ്ടിട്ടുണ്ട്. ഏതെങ്കിലുമൊക്കെയാണ് ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ വരുന്നത്. ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ ഇസ് if alpha is equal to 0.05, modulus of Z greater than or equal to 1.96 for a two-tailed test. അല്ലേ? അപ്പോൾ ടു ടൈൽഡ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? P1 മൈനസ് P2 നോട്ട് ഈക്വൽ ടു 0 വരും. അതുമാതിരി Z വിൽ ബി ഗ്രേറ്റർ ദാൻ പ്ലസ് 1.645 ഇഫ് alternative is P1 minus P2 greater than 0, and Z will be less than minus 1.645 if H1 is P1 minus P2 less than 0. ഇതേപോലെ ആൽഫ 0.01 ആവുമ്പോൾ, ആൽഫ 0.02 ആവുമ്പോൾ, ആൽഫ 0.1 ആവുമ്പോൾ എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇതേപോലെ നമുക്ക് എഴുതി കണ്ടുപിടിക്കും. അപ്പം ഇതാണ് നമ്മളെ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ. ഈ ക്രിട്ടിക്കൽ റീജിയൻ നമ്മൾ സെഡ് ടെസ്റ്റുകളൊക്കെ വരുമ്പോൾ ഒരുപാട് പ്രാവശ്യം കണ്ട ക്രിട്ടിക്കൽ റീജിയൻ തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. നമുക്ക് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം എ സാമ്പിൾ ഓഫ് 1200 ഡോർസ് മാനുഫാക്ചേർഡ് ബൈ എ ഫാക്ടറി, 120 ഡോർസ് ആർ ഫൗണ്ട് ടു ബി ഡിഫക്റ്റീവ് ഇൻ ദ മന്ത് ഓഫ് ജൂൺ. ഇപ്പോൾ ജൂൺ മാസത്തിലെ ഒരു കണക്കാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര ഡോറുകൾ മാനുഫാക്ചർ ചെയ്തിട്ടുണ്ട്? N1 ഫസ്റ്റ് എടുക്കുക അല്ലെ, ഫസ്റ്റ് സാമ്പിളാണ്. 1200 ഡോറുകൾ മാനുഫാക്ചർ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ കണ്ടത് 120 ഡോറുകൾ ഡിഫക്റ്റീവ് ആണ് എന്ന്. ഇത് ജൂണിലത്തെ കാര്യമാണ് പറയുന്നത് അല്ലെ. ഇൻ ദ ഫോളോയിങ് മന്ത്, അതായത് ജൂലൈയിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഔട്ട് ഓഫ് എ സാമ്പിൾ ഓഫ് 1250 ഡോർസ് 100 were found to be defective. അപ്പോൾ ജൂലൈയിൽ എത്ര എണ്ണം ഉണ്ടാക്കി? N2 is equal to 1250 ഡോറുകൾ ഉണ്ടാക്കി. അതിൽ നമ്മൾ കണ്ട ഡിഫക്റ്റീവ് ഡോറുകളുടെ എണ്ണം എന്ന് പറയുന്നത് 100 ആണ്. 100 were found to be defective. ഇതാണ് നമ്മൾ 2 മാസങ്ങളെ കണക്ക് തന്നിരിക്കുന്നത്. Can it be concluded that there is no significant difference between the doors manufactured in June and July? അപ്പം ജൂണിലും ജൂലൈയിലും ഉണ്ടാക്കിയ ഡോറുകളുടെ എണ്ണത്തിൽ ഒരു ഡിഫറൻസും ഇല്ല എന്നാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സാമ്പിളിനെ കുറിച്ചിട്ട് അറിയാം. X1 is the number of defectives and N1 is the total number produced അല്ലേ. Therefore sample proportion P1 dash is equal to 120 divided by 1200 which is equal to 0.1 എന്ന് കിട്ടും. അതുമാതിരി P2 dash നമുക്ക് കണ്ടുപിടിക്കാം. P2 dash is equal to, P2 dash എന്ന് പറയുന്നത് ഇവിടെ 100 എണ്ണമാണ് ഡിഫക്റ്റീവ് ഔട്ട് ഓഫ് 1250. Therefore P2 dash is obtained as 0.08. ഇത് നമ്മൾ കണ്ടുവച്ചു. അപ്പോൾ P1 ഡാഷും റെഡിയാണ്, P2 ഡാഷും റെഡിയാണ്, N1ഉം N2 അറിയാം. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു ക്വസ്റ്റ്യൻ പറഞ്ഞേന്ന്. അപ്പോൾ നമുക്കറിയാം ഇവിടെ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് ഈ പ്രപ്പോർഷനുകൾ തുല്യമാണോ എന്നാണ് അല്ലേ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടെസ്റ്റ് എഴുതുന്നു. ഹിയർ we have to test the null hypothesis H0 P1 minus P2 is equal to 0 against, പ്രത്യേകമായിട്ട് ഒന്നും കണ്ടീഷൻ ഒന്നും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് ടു ടൈൽ തന്നെ ഉപയോഗിക്കാം. P1 മൈനസ് P2 നോട്ട് ഈക്വൽ ടു 0. ഇതാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് അല്ലേ. ആൻഡ് ആൽഫ നമുക്ക് ഫിക്സ് ചെയ്യാം. ഫിക്സ് ആൽഫ ഇസ് ഈക്വൽ ടു നമ്മൾ സാധാരണ 0.05 നമുക്ക് ഫിക്സ് ചെയ്യാം. സോറി, ഈ ക്വസ്റ്റ്യനിൽ 0.02 2% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ 0.02ലാണ് നമ്മൾ ആൽഫ ഫിക്സ് ചെയ്യുന്നത്. ആൽഫ ഇസ് ഈക്വൽ ടു 0.02 ആൻഡ് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഇസ് ഗിവൺ ബൈ സെഡ് ഇസ് ഈക്വൽ ടു, ഇതാണ് നമ്മളെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. സെഡ് സ്റ്റാറ്റിസ്റ്റിക് ആണ് ഇവിടെയൊക്കെ വരുന്നത്. സെഡ് ഇസ് ഈക്വൽ ടു P1 dash minus P2 dash divided by root of P star Q star into 1 by N1 plus 1 by N2. ഇതാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം P1 ഡാഷും P2 ഡാഷും അറിയാം അല്ലേ. P1 ഡാഷ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 0.1 P2 ഡാഷ് നമുക്ക് കിട്ടിയത് 0.08 എന്നുമാണ്. N1 is equal to 1200 and N2 is equal to 1250. What is P star? P star is equal to N1 P1 dash plus
N2 P2 dash divided by N1 plus N2. ഇതാണ്. That is 1200 into P1 dash, which is 0.1, plus 1250 into P2 dash, that is 0.08, divided by N1 plus N2, 1200 plus 1250. ഇതാണ് നമ്മളെ പി സ്റ്റാർ വരുന്നത്. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 0.089 എന്നാണ് കിട്ടുന്നത്. ഇത് പി സ്റ്റാർ. ഇനി നമുക്ക് ക്യൂ സ്റ്റാർ കൂടി നോക്കാം. ക്യൂ സ്റ്റാർ ഇസ് 1 minus P star, which is 1 minus 0.089, which is 0.91. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാവരെയും കിട്ടിയിട്ടുണ്ട്. Therefore Z is equal to P1 dash, that is 0.1, minus P2 dash is 0.08, divided by root of P star, that is 0.089 into Q star, 0.91 into ഇതൊക്കെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ വേണേ. 1 divided by 1200 plus 1 divided by 1250 എന്ന് വരും. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു, ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് സെഡിൻ്റെ വാല്യൂ 1.83 എന്നുള്ള ആൻസറാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്റഡ് വാല്യൂ ആണ്. ഇനി നമുക്ക് ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ എഴുതാം. ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ ഇസ് ഗിവൺ ബൈ മോഡുലസ് ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു. കാരണം നമ്മൾ ടു ടൈൽഡ് ടെസ്റ്റ് ആണ് ഉപയോഗിച്ചത്. മോഡുലസ് ഓഫ് സെഡ് വരും. നമ്മൾ ആൽഫ ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത് 0.02 ആണ് അല്ലേ. അപ്പം നമ്മളെ ക്രിട്ടിക്കൽ റീജിയൻ ഇസ് മോഡുലസ് ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു 2.326. 0.02ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ വാല്യൂ ആണ് ഇത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. അപ്പോൾ എനിക്ക് കിട്ടിയ മോഡുലസ് ഓഫ് സെഡ് എന്താണ്? 1.83യുടെ മോഡുലസ്, വിച്ച് ഇസ് 1.83 itself, that is less than 2.326 അല്ലേ. അപ്പോൾ ക്രിട്ടിക്കൽ റീജിയനിൽ വന്നോ? ക്രിട്ടിക്കൽ റീജിയനിൽ വരുന്നുണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ വാല്യൂ, മോഡുലസ് ഓഫ് സെഡിന്റെ വാല്യൂ 2.326നെക്കാട്ടും വലിയൊരു വാല്യൂ വന്നാലാണ് ക്രിട്ടിക്കൽ റീജിയനിൽ വരിക. അതായത് അപ്പോഴാണ് നമ്മൾ റിജക്റ്റ് ചെയ്യുക. ഇപ്പോൾ ഇത് ക്രിട്ടിക്കൽ റീജിയൻ്റെ ഉള്ളിലല്ല. 2.326 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രിട്ടിക്കൽ റീജിയൻ എന്ന് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ ഇയാൾ വന്നിട്ടില്ല. അയാൾ എവിടെയാണ് വന്നിരിക്കുന്നത്? അതിൻ്റെ ഇപ്പുറത്താണ്. അതിനെക്കാട്ടും കുറഞ്ഞ വാല്യൂ ആണ് വന്നിരിക്കുന്നത്, 1.83. അതായത് ആക്സെപ്റ്റൻസ് റീജിയനിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? Therefore we will accept H0. H0 ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് P1ഉം P2ഉം തുല്യമാണ്, അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു ഡിഫറൻസും ഇല്ല. ജൂണിലും ജൂലൈയിലും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ടേബിളുകളുടെ എണ്ണം വലിയ വ്യത്യാസമൊന്നുമില്ല എന്നാണ് പോപ്പുലേഷൻ്റെ വൈസ് നമ്മൾ കൺക്ലൂഷനിലേക്ക് എത്തുന്നത്.